റൗണ്ടിലേക്ക് കൊണ്ടുപോവാണ്. വെള്ളം കുടിച്ചോട്ടെ. വെള്ളം കുടിച്ചോട്ടെ. വെള്ളം കുടിക്കേണ്ടി വരും. അയ്യോ പേനുണ്ടോ? ഓക്കെ, ഇത് ഭയങ്കര എളുപ്പമാണ്. ഞാൻ ഒരു സെറ്റ് ഓഫ് ചോദ്യങ്ങൾ ചോദിക്കും ജിയുടെ അടുത്ത്. ജി അതിനുള്ള ഉത്തരങ്ങൾ ഇതിൽ എഴുതണം. പക്ഷെ അവിടെ കാണിക്കരുത്. ഗോമസ് അത് പറയണം. ഞങ്ങൾ സാമ്യം എത്ര ഉണ്ടെന്ന് നോക്കിയിട്ട് നമ്മൾ മാർക്ക് ഇടും. ക്രൂ മാർക്ക് ഇടും. ഒന്നുകൂടെ പറയൂ. ഒന്നുകൂടി പറയാം. ഇതാണ് റീൽ എടുക്കുമ്പോ എന്തുകൊണ്ട് നമ്മൾ അടി കൂടണമെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. പറഞ്ഞു കഴിയുമ്പോ ഞാൻ ആദ്യം പറയും തക്കുടി നമുക്ക് ഇങ്ങനെ, ആ സമയത്ത് ഞാൻ വേറെ തോട്ടിലാണ്, പുള്ളി വേറെ രീതിയിൽ ചിന്തിച്ചോണ്ടിരിക്കുക നമുക്കറിയാം. അപ്പൊ ഞാനത് പറയും തക്കുടു അല്ല നമ്മൾ ഇങ്ങനെയാ അത് ചെയ്യാൻ പോണേ. അങ്ങനെ എല്ലാം അല്ല നീ എന്നായിരുന്നു പറഞ്ഞേ, ഇത് പറയുമ്പോ എനിക്ക് ചൊറിഞ്ഞു വരും. പിന്നെ അത് അടിയാവും. കഥയുടെ ഒരു വീഡിയോ ഇല്ലേ, എന്ത് കഥ പറഞ്ഞാലും അവസാനം അമേരിക്കയിൽ വന്ന സുന്ദരനും സുമുഖനും ആ കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഏത് കഥയാണ് കഥ? മറ്റേ ഡാഡിയുടെ ആണോ? ഒരു സുന്ദരൻ സുമുഖനുമായ പയ്യൻ അമേരിക്കയിലെത്തി, ഒരു ചെറുപ്പക്കാരിയെ കണ്ടുമുട്ടി, അവരുടെ അവന്റെ ജീവിതം അവസാനിച്ചു. അവർക്കറിയാം, അവരെന്ത് കാണുന്നല്ല. അപ്പൊ നമ്മുടെ ഞാൻ സെറ്റ് ഓഫ് ചോദ്യങ്ങള് ജിയോട് ചോദിക്കും. ജിയോ നമ്മുടെ ഉത്തരങ്ങൾ ഇതിൽ എഴുതും. പക്ഷെ ഞാൻ കാണുന്നില്ല. അതിന് ഉത്തരം ഞാൻ അതിന് മുന്നേ പറയണം. ഈ പറയുന്ന ഉത്തരവും എഴുതിയ ഉത്തരവും തമ്മിൽ എത്രത്തോളം സാമ്യം ഉണ്ടെന്ന് നോക്കിയിട്ട് ആയിക്കോട്ടെ മാർക്ക് ഇടും. നമ്മുടെ ക്രൂ മാർക്ക് ഇടുന്നു. ക്രൂവിനെ തന്നെ ഒരു ഐഡിയ ഇല്ല, പറഞ്ഞോ. ഞാൻ പറയാൻ സാധ്യതയുള്ള ഉത്തരങ്ങൾ എഴുതണേ. അയ്യോ, അങ്ങനെയാണെങ്കിൽ എല്ലാം എ ആയിരിക്കും. ചോദ്യം അനുസരിച്ചിരിക്കും. തുടങ്ങട്ടെ. അതിന് നമുക്ക് ഒരു 13 പ്ലസ് ചെയ്യുന്ന യുവർ ഫേവറേറ്റ് ഫുഡ് ചിക്കൻ ബിരിയാണി ആണോ? ബിരിയാണി. ഓക്കെ, യുവർ ഫേവറേറ്റ് ഡ്രസ്? സാരി അല്ലേ? ഓക്കെ, യുവർ ഫേവറേറ്റ് പെർഫ്യൂം? ബക്രൂട്ട് ഞാൻ ആലോചിച്ചു, പക്ഷെ ഞാൻ എഴുതിയത് വേറെ. ജോമല്ലോ. നമ്മൾ ആരംഭിക്കാം. ഇനിയാണ് ശരിയായി ഇന്റർവ്യൂ തുടങ്ങുന്നത്. യുവർ ഫേവറേറ്റ് നൈറ്റ് ഡ്രസ്? എൻ്റെ അമ്മോ, അതെങ്ങനെ ഉത്തരം ഒറ്റവാക്കി പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. തകടു ഞാൻ ആലോചിക്കേണ്ട രീതിയിൽ നീ ആലോചിക്കേണ്ട രീതിയിൽ പജാമ. അയ്യോ അല്ല, ഞാൻ നൈറ്റ് ഗൗൺ ആയിരുന്നു. അല്ല, നൈറ്റ് ഡ്രസ് മാറിയിട്ടുള്ള ഒരു റീൽ ഉണ്ടായിരുന്നില്ലേ? അതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഇല്ല ഇല്ല, അതൊരു കംഫർട്ട് ഫീൽ ചെയ്യുന്നില്ല. ടീഷർട്സ് ഇടാറുണ്ട്, എന്റെ ലൂസ് ഷർട്ട്സ് ഇടാറുണ്ട്. ഇതുപോലത്തെ ഒന്നുണ്ടെണ്ണം അവൾ ഇടാറുണ്ട്. ഇല്ല. അല്ല, പക്ഷെ നമ്മുടെ ഫ്രണ്ട്സ് കളിയാക്കാറുണ്ട്, അവളുടെ ടൈറ്റ്സ് ആണോ നീ ഇട്ടേക്കണെന്ന് ചോദിച്ചിട്ട്. പുള്ളിയുടെ ജീൻസ് ഇതേപോലെ ഫിഗർ ഹക്കിങ് ജീൻസ് ആയിരിക്കും. നമ്മുടെ ഫ്രണ്ട്സിന്റെ ആഴ്ചകളിൽ ചോദിക്കും അവളുടെ ജീൻസ് ആണോ നീ ഇട്ടിരിക്കണേന്ന്. അല്ല, ഇപ്പം ലൂസ് ജീൻസ് ആണല്ലോ, പണ്ട് സ്റ്റൈല് മാറി ഗൈസ്. അയ്യോ, എൻ്റെ ഫേവറേറ്റ് വെജിറ്റബിൾ അതൊരു ചോദ്യമാണ്. അറിയാമോ ഡാഡി നിനക്ക്? ഞാൻ എഗ് പ്ലാന്റ് എന്ന് പറയാം. ഞാൻ ആദ്യം ആലോചിച്ചത് അതാണ്, ഈ എഗ് പ്ലാന്റ് ആണ് ആലോചിച്ചത്. പക്ഷെ എഴുതിയത് പൊട്ടേറ്റോ ആണ്. ഇല്ല, ഓക്കെ, അപ്പൊ ഞാൻ നീ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കണോ? നീ ശ്രമിച്ചു നോക്കൂ. ഏത്തട്ടെ എന്ത് ടൈപ്പ് വീഡിയോ? ഏത് വീഡിയോ? എന്തും. എനിക്ക് എന്താണോ ഇഷ്ടം ഞാൻ കാണുകയാണെങ്കിൽ എന്തായിരിക്കും കാണുക. തക്കുടു ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കൂ. മലയാള സിനിമയാണോ ചിന്തിക്കുന്നത്? അല്ല, എന്ത് ജോൺറ ആയിരിക്കും ഞാൻ ചുമ്മാ ഇരുന്ന് കാണുകയാണെങ്കിൽ കാണുക. കോമഡി. അവൻ ഡിസപ്പോയിന്റഡ് ആയി. ഉദ്ദേശിച്ചതല്ലായിരുന്നു. ഓ അതിപ്പോ എനിക്ക് തകടൂ. ഓക്കെ, എനിക്ക്
എനിക്ക് ഓർമ്മ ഡയറക്ടറിനെ പറഞ്ഞു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിനക്ക് മനസ്സിലായില്ലേ? അതാണ്. കിട്ടി പേര് ഓർമ്മ വന്നു. ഞാൻ പെട്ടെന്ന് ആലോചിക്കുകയായിരുന്നു. കാരണം ചേട്ടനാണ് എന്നെ അതൊക്കെ പഠിപ്പിച്ചേ. ടിൻഡോ ബ്രാസ്. അടുത്തത് കുറച്ച് നോർമൽ സാധനം. യുവർ ഫേവറേറ്റ് ക്ലൈമറ്റ്? സമ്മറാണ് എനിക്കിഷ്ടം. എന്റെ ചോദിച്ചേ? വിന്റർ. എനിക്ക് തണുപ്പാണ് ഇഷ്ടം. യുവർ ഫേവറേറ്റ് ടൈം ടു ഹഗ്? ടൈം ടു ഹഗ് എന്ന് ഉദ്ദേശിക്കുന്നത് വെതറാണോ ഉദ്ദേശിക്കുന്നത്? ദിവസത്തിലെ സമയം. You know this. Do I? Oh yeah. Afternoon nap. Yeah. We're going to bed. Oh, nice. Your favorite adult performer? എനിക്ക് അങ്ങനെ ഇല്ല കേട്ടോ ആക്ച്വലി. പക്ഷേ ഇപ്പൊ Illiterate. എന്നാ ഇദ്ദേഹത്തിന്റെ adult performer അതും എനിക്ക് അറിയില്ലല്ലോ. അതൊരു സാഗരമായി കിടക്കുകയാണല്ലോ. അതിൽ നിന്ന് ആരെ ചൂസ് ചെയ്യണം നമുക്ക് അറിയില്ലല്ലോ. പക്ഷെ ഞാനിപ്പോ ഒരു വെരി ഒബ്വിയസ് ഒരു നെയിം ഞാൻ തരാം. ജോണി സിൻസ് ആണ് എഴുതി ജോണി എഴുതിയേ. കാരണം എല്ലാരും ജോണിയാണെന്ന് വിളിക്കണോണ്ട് ഞാനിപ്പോ ജോണി എഴുതി. അറിയില്ല ഡാഡി എനിക്ക് സത്യമായിട്ടും. അറിയാവുന്ന പേരുള്ളത് എനിക്ക് ഇഷ്ടമുള്ള പേരുകളല്ല. അല്ലേ? എന്നാ ഞാനിപ്പോ വളരെ ഒബ്വിയസ് ആയിട്ടുള്ള വേറെ ഒരെണ്ണം എഴുതാം. എനിക്ക് വേറെ ഒന്നും അറിയില്ലാത്തോണ്ട്. മിയ ഖലീഫാണ് എഴുതിയേക്കണേ. അല്ല, സണ്ണി ലിയോണി. നോട്ട് മൈ ടൈപ്പ്. ഒരു അഭിപ്രായമില്ല. ശരിക്കും അവർ അവസാനിപ്പിച്ച നീ പറഞ്ഞായിരുന്നോ? കഷ്ടായി പോയി. അതല്ലേ അവരുടെ ഇഷ്ടം അതാണെങ്കിൽ അവർക്ക് സന്തോഷമാണെങ്കിൽ നമുക്ക് സന്തോഷം. ഉണ്ടായിരുന്നു. ആക്ച്വലി സണ്ണി ലിയോണിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. ഒരു പോൺ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ പ്രതാപകാലത്തെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. മെയിലോ ഫീമെയിലാ? പേരറിയില്ല. നമ്മളെ പേരൊന്നും അറിയപ്പെടും. ഏത് പേരിലെന്ന് അറിയില്ല. അല്ല സത്യം. ശരിക്കും പേര് അറിവുള്ള ആൾക്കാരില്ല. കാരണം പേരറിയുന്ന ആൾക്കാരൊക്കെ നമുക്ക് അത്ര അപ്പീലിംഗ് ആവണം നിർബന്ധമില്ല. സത്യം. താങ്കൾക്ക് പരിചയം ഉണ്ടാവുമല്ലോ. അവൻ വേർക്കുന്നു. ഓ, അന്ന് വെച്ചപ്പോ എന്ത് പറയും? നല്ലൊരു സ്മെല്ലാണെങ്കിൽ ഞാൻ പറയും വേണം അല്ലേ? നല്ലൊരു സ്മെല്ല്. lavender. I got roses. Your favorite fantasy which has never happened? ഫാന്റസി ഒക്കെ എന്നെക്കാളും കൂടുതൽ തക്കടൂനാണ് ഗൈസ്. അല്ല, നിന്റെ ഫാന്റസി അതിലേക്ക് തക്കടൂനെ നമ്മൾ കൊണ്ടുവരുന്നു. നിന്റെ ഫാന്റസി നീ എഴുതുക. അതിനുള്ള ധൈര്യം നിനക്കുണ്ടോ? തക്കടു. പക്ഷെ ഞാൻ എപ്പോഴും പറയാറുള്ളത് നിനക്കറിയാലോ എന്താണ് എൻ്റെ ഒരു ഐഡിയ എന്നുള്ളത്. അല്ല, അതൊരു കോംപ്ലിക്കേറ്റഡ് ചോദ്യമാണല്ലോ. തക്കടു, നീ എന്നെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കി. നിനക്ക് ഇത് വളരെ നന്നായിട്ട് അറിയാം. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്. അത് ഇപ്പൊ നടക്കണം എന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതെ, ഇവളുടെ ഫാന്റസി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മൊത്തം ചിക്കൻ ബിരിയാണി കഴിക്കുക, ഉറങ്ങുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അയ്യേ തക്കടു, നീ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നു. നിനക്ക് എന്നെ അറിയില്ല. എടാ, ഞാൻ റിട്ടയർ ചെയ്തിട്ട് എങ്ങോട്ട് പോകുന്ന പറയാം. ഒരു ഇറ്റലിയിൽ പോയിട്ട് അവിടെ ഒരു യങ് പൂൾ ബോയ് വേണം. ഇറ്റാലിയൻ പൂൾ ബോയ് ആണ് എൻ്റെ ഒരു. അയ്യോ തക്കടു, എടാ നീ ഞാൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കൂ. നീ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കല്ലേ. എന്റെ ഭാര്യയെ മാത്രമായി റിട്ടയർ ചെയ്ത് ഇറ്റലിക്ക് മാത്രം നിന്നെ ഒരു നീണ്ട ജീവിതം ജീവിച്ചു തീർക്കാന്നുള്ളതാണ് നിന്റെ ഫാന്റസി. ഓ വാവ്. ഓക്കേ, അടുത്തത് ശ്രദ്ധയോടെ കേൾക്കണം. യുവർ ഫേവറേറ്റ് പൊസിഷൻ ഇൻ ലൈഫ്?
ഈശ്വര ആ പൊസിഷൻ ഇൻ ലൈഫ്. പൊസിഷൻ ഇൻ ലൈഫ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശിക്കുന്നത് അതിനെ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം എങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ്. അപ്പം യു ക്യാൻ തിങ്ക് ഓഫ് വാട്ട് എവർ യു വാണ്ട്. upon your imagination. എന്ന് വെച്ചാൽ എനിക്ക് ക്വസ്റ്റ്യൻ അത്രയ്ക്ക് മനസ്സിലായിട്ടില്ല. He's not talking about a position of sex. Okay. It can be Just my- any position Can be എന്ത് Like വേണമെങ്കിലും my outlook, ഔട്ട്ലുക്ക് or your role in life role in life. Oh. or whatever. It's a good question. Depends on how you interpret the question. Okay. വലിയ നീന്തലാണല്ലോ. Hey, ഇല്ല. പൊസിഷൻ ഇൻ ലൈഫ് എനിക്ക് തോന്നുന്നു ഒരു പൊസിഷനാണെന്ന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ നിന്റെ മദറാണ് ഞാൻ ആലോചിക്കുന്നത്. ഓ നൈസ്. ഓ അങ്ങനെ. ഞാൻ എഴുതിയായിരുന്നു ബബ്ലി, ഹാപ്പി ബബ്ലി. ഓക്കെ അതൊരു യെസ് അതൊരു ഫേസ് ഓഫ് ലൈഫ് ആണല്ലോ. ഓക്കെ ഇനി തക്കുടന്റെ ഇമാജിനേഷൻ പറയും. അവളുടെ ഫേവറേറ്റ് പൊസിഷനാണ്. അല്ല തക്കുടന്റെ ഫേവറേറ്റ് ഈസ്റ്റേലാണ് എൻ്റെ ഫേവറേറ്റ് പൊസിഷൻ. അതൊന്ന് എഡിറ്റ് ചെയ്തേ കേട്ടോ, അതൊന്ന് മാറ്റി കളഞ്ഞേരെ. എടാ അവന് ഉദ്ദേശിച്ച ഉത്തരം ഞാൻ കൊടുക്കട്ടെ? അവൻ കുറെ നേരം ചോദിച്ചോണ്ടിരിക്കുന്നു. അവൻ ജീവിതത്തെ പറ്റി ചോദിച്ചു, നീ വേറെ കണ്ടുപോയി. തക്കടോ അത് നമ്മുടെ ജീവിതമാണെന്നേ. അതെ നാല് ചുമരുകൾക്കുള്ളിലുള്ളതും ജീവിതമാണ്. അതെ ജീവിതത്തെ പറ്റി ജീവിതത്തിൽ ഞാൻ എൻ്റെ എല്ലാ ഇപ്പോഴത്തെ പൊസിഷൻസും എൻ്റെ ഫേവറേറ്റ് പൊസിഷൻസ് ആണ്. എന്താ പറഞ്ഞാൽ മകൻ, കാമുകൻ, അച്ഛൻ. അച്ഛൻ. Oh yeah, Takudu is an amazing dad. Okay, how do you define fatherhood? മലയാളത്തിൽ പറ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധിയും അതിനപ്പുറവും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത്. ഇപ്പം ഒന്ന് എനിക്ക് കിട്ടാത്ത കാര്യങ്ങൾ എന്നുവെച്ചാൽ നോട്ട് മെറ്റീരിയൽ ഗിഫ്റ്റ്സ്, ലൈഫ് എക്സ്പീരിയൻസസ് അവർക്ക് കൊടുക്കുക, അവരെ എന്നേക്കാളും വലിയൊരു നിലയിൽ എത്തിക്കാൻ. ഇതൊക്കെ ക്ലീഷേ ആൻസേഴ്സ് ആണ്, പക്ഷേ ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഈസ് ഫോർ മീ. അതായത് എന്നെ ഇൻസ്പയർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിടാൻ പോകുന്ന പേരോ? ഓ എൻ്റെ ഓട്ടോബയോഗ്രഫിക്ക് ഞാൻ എഴുതുന്നത്. ദാറ്റ് ഈസ് എ ഗുഡ് ക്വസ്റ്റ്യൻ. വളരെ തോട്ട്ഫുൾ ആണ്. ഉത്തരം നീ എന്ത് എഴുതും എനിക്ക് ഒരു പിടിയില്ലല്ലോ. ഞാൻ വളരെ സിമ്പിൾ ആണ്. സിമ്പിൾ ബട്ട് പവർഫുൾ. എഴുതി കഴിഞ്ഞോ? എൻ്റെ വിധി. അത് ഭയങ്കര ഡാർക്ക് സീനായി പോയി. എന്താണ് ഞാൻ എഴുതിയത് ലിവ് ലൈഫ് ഹാപ്പി. നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മുടെ കാര്യം നോക്കി ജീവിക്കുക. അത് വേറെ വല്ല പുസ്തകങ്ങളുമായി മാറും. പേര് എൻ്റെ ഓട്ടോബയോഗ്രഫി പേര് ലവ് ഡേൽ എന്നായിരിക്കും. What did you write? I wrote PDA. Okay, അടുത്തത് valuable thing in life. Happiness. I thought about that too. ഞാൻ എഴുതിയ ട്രസ്റ്റ് ആയിരുന്നു. Okay, തക്കുടു എന്താണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനം കൽപ്പിക്കുന്ന ഒരു കാര്യം? സന്തോഷമാണ്. Okay. നമുക്കിപ്പോൾ ബാക്കിയൊന്നും ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. If you're not happy, then there is no point in having anything else. രണ്ടുപേരും മെഡിക്കൽ ഫീൽഡാണ്, അതുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, യുവർ ഫേവറേറ്റ് രോഗം? ഫേവററ്റ് രോഗം മനോരോഗം. എൻ്റെ ഫേവററ്റ് രോഗം എന്ന് പറയുന്നത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു രോഗമായിരിക്കും എൻ്റെ ഫേവററ്റ് രോഗം. ഈ ഏരിയയിലല്ലാതെ മറ്റൊരു ഏരിയ ഭയങ്കര ആക്റ്റീവാണ്. ഞാൻ പിന്നെ പല്ലായോണ്ട് പല്ലിൻ്റെ എല്ലാം കറികളായിരിക്കും. ഓക്കെ, ഈ നമ്മളെല്ലാ ദിവസവും ഈ ആളുകളുടെ വായിലേക്ക് നോക്കുകയാണല്ലോ, അത് പണ്ടെപ്പോഴും ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു വായ നോക്കി നല്ല ഉദ്ദേശിച്ചത്. അതെ, ഇഷ്ടമാണ്. ഡെന്റിസ്ട്രി ഈസ് മൈ പാഷൻ. നിങ്ങൾ ആരാ മറ്റൊരു ആണിനെയോ മറ്റൊരു പെണ്ണിനെയോ ഏറ്റവും അധികം കോംപ്ലിമെന്റ്സ് പറയുന്നതാണ്? തക്കുടു ആയിരിക്കും അല്ലേ? അതെ, Yeah. ആണിനെ സുന്ദരനായ ആണിനെ കണ്ടാലും സുന്ദരിയായ പെണ്ണിനെ Oh കണ്ടാലും yeah, തീർച്ചയായിട്ടും പറയും. അവരോട് പോയി പറയോ അതോ ഇവരുടെ കാതിൽ പറയും? പോയി പറയാറുള്ള ഇപ്പം നമുക്ക് പോയി പറയാനുള്ള സെറ്റപ്പ് ആണെങ്കിൽ പോയി പറയും. ഇപ്പം ഞാനിപ്പം നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം നല്ലൊരു വേഷം, നല്ലൊരു ഡ്രസ്സപ്പ് ആയിട്ടുള്ള ഒരു ആണിനെയോ പെണ്ണിനെയോ കണ്ടാൽ യൂഷ്വലി ആണാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ അറ്റാർ എവിടെ നിന്ന് മേടിച്ചു, ഷൂസ് എവിടെ നിന്നാണ്, അങ്ങനെ ചോദിക്കാറുണ്ട്. ലുക്ക് ഗുഡ് എന്ന് പറയാറുണ്ട്.